നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് അബുദാബിയിലാണ്. ഇന്ന് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുന്നത് ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO സുമിത ശിശുപാലനാണ്. മാഡത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. മാഡം നമസ്കാരം. നമസ്കാരം. ഗോൾഡൻ മ്യൂസിക്കിന് കലാപ്രവർത്തന രംഗത്തേക്ക് അബുദാബിയിൽ അറിയപ്പെടുന്ന ഒരു സംഘടന തന്നെയാണ്. എങ്ങനെയായിരുന്നു ഒരു പ്രവാസ ജീവിതം? ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ തുടക്കം താങ്കൾ തന്നെ പറയും. ഞാനിവിടെ എത്തിയത് ഒരു ഹൗസ് വൈഫായിട്ടാണ്. വിവാഹം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ എത്തിയതിന് ശേഷം മൂത്ത മകൾ ജനിച്ചതിന് ശേഷം അവൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ അവളുടെ ഓരോന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ചെറുപ്പത്തിൽ ഞാനും പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ അന്ന് വേണ്ടത്ര സ്കൂളുകളോ ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒന്നും മ്യൂസിക്കിനെ സംബന്ധിച്ച് ഇല്ലായിരുന്നു. അപ്പോൾ അന്നേ ഇങ്ങനെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ സാമ്പത്തികം വളരെ വലിയ സാമ്പത്തികം വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡും ഞാനും ജോലി ചെയ്തു. കുറച്ച് ക്യാഷെല്ലാം ആയ സമയത്തിന് ഞങ്ങളിത് തുടങ്ങുമായിരുന്നു. അതിനു മുന്നേ ഞങ്ങൾ അബുദാബി മലയാളി സമാജവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വനിതാ കമ്മിറ്റിയിലും എല്ലാം കലാപരമായിട്ട് ഒരുപാട് പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴൊരു 10 വർഷം മുന്നെയാണ് ഗോൾഡൻ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തത്. വേറെ ഏതൊക്കെ മേഖലയിലാണ് മൊത്തത്തിൽ കമ്പനി എന്ന് വിലയിരുത്തുക, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ വ്യാപിച്ചിരിക്കുന്നത്? ഇവിടെ മ്യൂസിക് സ്കൂൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ സർവീസ് നല്ലതായപ്പോൾ പാരൻസ് തന്നെ ഡിമാൻഡ് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു ഡേ കെയർ സെൻറ്റർ തുടങ്ങിക്കൂടാ, ഇവിടെ തന്നെ സൗകര്യം ഉണ്ടല്ലോ എന്ന്. അങ്ങനെയാണ് ഡേ കെയർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ കെയർ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാരൻസിൻ്റെ തന്നെ ഡിമാൻഡായിരുന്നു, എന്തുകൊണ്ടൊരു നഴ്സറി സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളത്. അപ്പോൾ ഇത്രയും കോൺടാക്ട്സും കുട്ടികളും ഉള്ള സമയത്തിന് ഞങ്ങൾ ഓർത്തു ശരി എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ജാനുവരിയിൽ ഈ വർഷമാണ് പ്രീ സ്കൂൾ ട്രെയിനിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അത്യാവശ്യം ഒരു 10-20 കുട്ടികളുണ്ട്. ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാഡം, ഗോൾഡൻ മ്യൂസിക്കിൽ സംഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഏതൊക്കെ കലാരൂപങ്ങൾക്കാണ്, കലാപ്രവർത്തനത്തിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്? ഞങ്ങളിവിടെ സംഗീതത്തിന് മാത്രമല്ല, ഇവിടെ ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയായ വിഷ്ണു മോഹൻദാസ് ആണ് ഇവിടെ സംഗീതം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പ് തന്നെയാണ്. അതേ കണക്ക് തന്നെ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ചും ഇപ്പോൾ ഡ്രോയിങ് പഠിപ്പിക്കുന്നതാണെങ്കിൽ 5 ഇയേഴ്സ് കഴിഞ്ഞു. പിന്നീട് സാറാണ് പഠിപ്പിക്കുന്നത്. സാറിനെ അന്വേഷിച്ച് വെളിയിൽ പോലും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഉഷ പ്രകാശാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ടീച്ചേഴ്സും, ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ ബിജു മോൻ, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുന്നത് പ്രദീപ്, അങ്ങനെ ഓരോ ടീച്ചേഴ്സും അവരവരുടെ നിലയിൽ വളരെ കഴിവ് തെളിയിച്ചവരും വളരെ ക്വാളിഫൈഡുമാണ്. രക്ഷിതാക്കളോട് താങ്കൾക്ക് ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഏത് ഫുൾ ടൈം അവർ പഠിത്തം എന്ന് വന്നിരിക്കുമ്പോഴത്തേക്ക് പഠിത്തം വേണം, അത് തന്നെയാണ് മെയിൻ. ഇതെല്ലാം സബ്ബാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ആ പഠിത്തത്തിൻ്റെ ഇടയിൽ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ 4 ചുവരിനുള്ളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അവരിലുള്ള ടാലൻറ്റിനെ പുറത്ത് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇപ്പോൾ എല്ലാ പാരൻസും ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന. അതിന് തന്നെയാണല്ലോ പാരൻസ് കഷ്ടപ്പെടുന്നത്. ഏതൊക്കെ മേഖലയിലാണ്, ഏതൊക്കെ ഇവൻറ്റുകളിലാണ് ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത്? അവർക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും രീതികളും എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ UAE ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് ഷെയ്ഖ് ഹംദാൻ അവാർഡാണ്. ഒരു വിദേശിയായ ഒരു കുട്ടിക്ക് ഇവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ്. അപ്പോൾ അത് ഗോൾഡൻ മ്യൂസിക്കിൽ പഠിച്ച ഒത്തിരി കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എൻ്റെ മക്കൾക്ക് 2 പേർക്കും കിട്ടിയിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് അവർ തന്നെ വന്നിട്ട് ഈ ഫയൽ റെഫർ ചെയ്യുകയും, അങ്ങനെ എല്ലാ വർഷവും 2-3 കുട്ടികളെ ഞങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യുകയും, അങ്ങനെ എല്ലാ വർഷവും 2-3 കുട്ടികൾക്ക്, ഗോൾഡൻ മ്യൂസിക്കിൻ്റെ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഹംദാൻ അവാർഡ് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അത് ഏറ്റവും വലിയൊരു അവാർഡാണ്. അതുകൊണ്ടാണ്
മറ്റൊരു പാർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് സൗന്ദര്യവുമായി ബന്ധപ്പെട്ടും വളരെ ശ്രദ്ധ ആകർഷിച്ച് നിൽക്കുന്ന അബുദാബിയിലെ ഒരു സ്ഥാപനമാണ് താങ്കളുടേത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ശരിക്കും അത് എൻ്റെ ഫീൽഡ് അല്ല. എന്നാലും ഞങ്ങൾ അന്ന് ഫസ്റ്റ് മ്യൂസിക് സ്കൂൾ തുടങ്ങിയതിൻ്റെ താഴെ മെസിനി ഫ്ലോറിൽ ഇത് ഒരു ഓഫീസ് കാലിയായിരുന്നു. അപ്പോൾ അവിടെ ഈ മുകളിലത്തെ സൗണ്ട് താഴെ കേൾക്കുന്നത് കൊണ്ട് പല ഓഫീസുകാരും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഓർത്ത് എന്നാൽ ആ സ്ഥലം ഞങ്ങൾ എടുത്തിട്ട് എങ്ങനെ അത് ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് പെട്ടെന്നൊരു ഇവിടെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ബ്യൂട്ടിയാണെന്ന് മനസ്സിലായതും പിന്നെ ഒരു മലയാളി സലൂൺ ഇല്ല എന്നുള്ളതും. അപ്പോൾ അത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ വളരെ വലിയൊരു സലൂണായിട്ട് തന്നെ തുടങ്ങി. അവിടെ എല്ലാവിധ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്പാ, മൊറോക്കൻ ബാത്ത് ഉൾപ്പെടെ എല്ലാവിധ ഇതും ലേഡീസിന് മാത്രമായിട്ട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ടൈലറിങ് സെക്ഷൻ, ലേഡീസിൻ്റെയും കുട്ടികളുടെയും പിന്നെ ജെൻസിൻ്റെ എല്ലാവിധ സാധനങ്ങളും അവിടെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ടൈലറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുരോഗമനം എങ്ങനെയാണ്? ഏതൊക്കെ മേഖലയിൽ നിന്ന് ആൾക്കാർ അത് പഠിക്കുവാൻ വേണ്ടി വരുന്നുണ്ട്? സലൂൺ തുടങ്ങിയ സമയത്തിന് ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഹൗസ് വൈഫ്മാരിയ്ക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് അന്ന് ഇവിടെ പെർമിഷനൊന്നും തരുന്നില്ലായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ നിന്ന്. പിന്നെ അത് ഒരു 2-3 വർഷത്തിന് ശേഷമാണ് നമുക്ക് പെർമിഷൻ കിട്ടിയത് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ അതിനുശേഷം ഒരുപാട് ഹൗസ് വൈഫ്മാർ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും ടൈലറിങ്ങും പഠിക്കാൻ വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ വ്യാപിച്ചിരിക്കുന്നത്? ആദ്യം തന്നെ സംസാരിക്കേണ്ടായി, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്. പിന്നെയുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ആണ്. അതിനകത്ത് നമ്മൾ മെയിൻ്റനൻസ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, കാർപ്പൻട്രി എല്ലാ ഐറ്റവും സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്പോർട്ടിങ് ഇപ്പോൾ ഇന്ത്യൻ സ്കൂള്, അവറോണ്, സൺറൈസ്, അൾട്രയൺ സ്കൂൾ അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില സ്കൂളുകളിലും പിന്നെ കൂടുതലും ഓഫീസ് ട്രിപ്പുകൾ, ലേബർ ക്യാമ്പ് എന്നുള്ള ആൾക്കാരെ അങ്ങനെ കുറേ ട്രിപ്പുകൾ ട്രാൻസ്പോർട്ടിങ്ങിലാണെങ്കിലും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത എല്ലാം ലേഡി കണ്ടക്ടേഴ്സാണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ 8 വർഷമായതുകൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. താങ്കൾക്ക് ഭാഗ്യം ആരൊക്കെയാണ്? താങ്കളുടെ ഈ ഭാഗ്യത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഇതിന് വളരെ കൃത്യമായ ഒരു മറുപടിയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും അഹങ്കാരവും സന്തോഷവും എല്ലാം ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിച്ചു എന്നുള്ളതാണ്. അവരെന്നെ ഇത്ര നല്ലതായിട്ട് വളർത്തിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ 2 മക്കളുടെ അമ്മയാണ്. ഇത് ഇത്രയുമാണ് എൻ്റെ അഹങ്കാരം. അച്ഛൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ്, അമ്മ വന്നിട്ട് സ്കൂൾ ടീച്ചറായിരുന്നു. പക്ഷേ വിവാഹശേഷം അമ്മ ജോലി ഉപേക്ഷിച്ചു, ഞങ്ങളെ മാത്രം നോക്കി വളർത്തുകയായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്, ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഞാനുമാണ്. ബ്രദർ എൻജിനീയറാണ്, സിസ്റ്റർ ഹൗസ് വൈഫാണ്. പിന്നെ ഞാനിവിടെ, ഞങ്ങൾ 3 പേരും 3 സ്ഥലത്താണ്. അമ്മ ഇന്ന് ജീവനോടെ ഇല്ല, അമ്മ മരിച്ചുപോയി. അച്ഛൻ സുധാകരൻ റിട്ടയർഡ് ആർമി ഓഫീസറാണ്, നാട്ടിൽ കേരളത്തിലുണ്ട്. എങ്ങനെയാണ് ഈ താങ്കളുടെ എക്സ്പീരിയൻസ്? താങ്കൾ ഏത് മേഖലയിൽ നിന്നാണ് കല അഭ്യസിച്ചത്? അതിനെ കുറിച്ചുള്ള വിവരം. ഞാൻ ചെറുപ്പത്തിൽ ഡാൻസും പാട്ടുമൊക്കെ പഠിച്ചിരുന്നു. പക്ഷേ പിന്നെ പഠിത്തവും പിന്നെ ഞങ്ങളുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ റിട്ടയർഡ് ആയപ്പോഴത്തേക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ വിദ്യാഭ്യാസമായി, പിന്നെ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് തന്നെ വിവാഹം കഴിഞ്ഞു. അത് കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടു ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് MBA ഇവിടെ നിന്നാണ് ചെയ്തതിന് ശേഷം പിന്നെ മോള് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾ ഒരു 4 years ആയപ്പോൾ അവളെ എനിക്ക് പറ്റാത്തതൊക്കെ അവളിൽ കൂടി നേടണം എന്നുള്ളൊരു വാശി വന്നു. അപ്പോൾ അവളെ കൊണ്ടുപോയി ഡാൻസിനും പാട്ടിനും ഒക്കെ ആക്കിയപ്പോൾ അവൾ ഭയങ്കര ഓമനിച്ച് വളർത്തിക്കൊണ്ടാണെന്തോ അമ്മ കൂടെ ഉണ്ടെങ്കിലേ ഞാനിതൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ കൂടെ തന്നെ ഞാനൊരു 4 വർഷം ഡാൻസും പാട്ടും പഠിക്കുകയുണ്ടായി. അന്ന് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, കൽഫൈൻ ആർട്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ അന്ന് പഠിപ്പിച്ചത് കലാമണ്ഡലം സുനിത അശോകനാണ്. ടീച്ചർ ഇപ്പോഴും ഇവിടെ മുസ്തഫയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് എന്നെ മോളെ 4 വർഷം പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. അതിനുശേഷമാണ് മോൾ പിന്നെ വേറെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ആയപ്പോഴും പിന്നെ 2ാമത്തെ ആളിനെ ഞാൻ പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോഴും ഞാൻ എൻ്റെ പഠിത്തം നിർത്തി. പിന്നെ മോൾ അത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. മൂത്ത മകൾ ഇവിടെ ഇല്ല അല്ലേ? നാട്ടിലാണോ? നാട്ടിലാണ്. ഇപ്പോൾ താങ്കളോടൊപ്പം ഏത് മകളാണുള്ളത്? എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇളയ മകളാണ് അമൂല്യ. രാഹ ഇൻ്റർനാഷണൽ 8th ഗ്രേഡിൽ പഠിക്കുന്നു. ഇവിടെ ഡാൻസും ഇവിടുത്തെ ടീച്ചറിൻ്റെ കീഴിൽ ഭരതനാട്യവും കുച്ചിപ്പുടിയും പഠിക്കുന്നുണ്ട്. മുസ്തഫയിലെ ടീച്ചറിൻ്റെ കീഴിൽ മോഹിനിയാട്ടം ചെയ്യുന്നുണ്ട്. വിഷ്ണു സാറിൻ്റെ അടുത്ത് കർണാട്ടിക് മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. പിന്നെ ബിജുമോൻ കീബോർഡ് ഇൻസ്ട്രക്ടറാണ്, സാറിൻ്റെ അടുത്ത് കീബോർഡ് പഠിക്കുന്നുണ്ട്. അമൂല്യ ഒരു നല്ല കലാകാരിയാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഈ ഒരു എപ്പിസോഡിൽ അമൂല്യയെ നമുക്കൊന്ന് പരിചയപ്പെട്ട വളരെ സന്തോഷമായിരിക്കും. അമൂല്യയുടെ ഏതെങ്കിലും ഒരു കലാപ്രവർത്തനവും നമുക്കൊന്ന് കണ്ടാലും അറിഞ്ഞാലും സന്തോഷമായിരിക്കും.
സന്തോഷത്തോടുകൂടി അമൂല്യയെ സ്വാഗതം ചെയ്യാം. അമൂല്യ നമസ്കാരം. നമസ്കാരം. അമൂല്യ, അമ്മ അബുദാബിയിൽ അറിയുന്ന ഒരു വലിയ കലാകാരിയാണ് സുമിത മാം. അമൂല്യ എന്തായാലും ആ ഒരു അമ്മയ്ക്കും അതുപോലെ തന്നെ അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന് അബുദാബി മലയാളികളിൽ അല്ലെങ്കിൽ അബുദാബി ഇന്ത്യക്കാരിൽ. ആ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് അമൂല്യ എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് ചെയ്യാൻ പോകുന്നത്? കർണാട്ടിക് മ്യൂസിക്കിലെ ഒരു കീർത്തനം പാടാൻ. തദരീ നാനാ തദരീ നാരേ നന്നാ നാരേ നാ തദരീ നന്നാ തദരീ അനുപമിത കമാലവാ ആസേ ദേവി അനുപമി സഗരി സമഗരി സപമഗരി സദപമഗരി സരിഗ മനിദപ സഗരി സ മനിദപ സഗരി സ സാനിദ പദമ അനുപമി ഗനി സനി ద ప మ ను ప మి ద ప ప ప ప మ ప ద ప మ ప ప ప నీ ద ప మ ప ప ప స ని ద ప మ ప నీ ద ప స ని ద ప మ ప రి గ మ ప స రి గ మ ప ద ప మ ని ద ప స ని ద ప మ గ గ రి స ని ని ద ప గ గ రి స ని ని ద ప మ గ రి స రి గ మ ప ద స రి గ రి రి స స ని గ ని స ని ద రి స స ని ని ద రి స ని ద ప స ని ని ద ద ప స ని ద ప మ ను ప మీ ట క മാല വാ ആസേ. അമൂല്യ, വളരെ സന്തോഷം. കാരണം ഈ ഒരു വിരുന്നിൻ്റെ ഒരു എപ്പിസോഡിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരു സംഗീത ലോകത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആനയിച്ചു കൊണ്ടുപോയതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും അമ്മ പറഞ്ഞതുപോലെ തന്നെ അമൂല്യ നല്ലൊരു കലാകാരിയാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ മുമ്പിലും തെളിയിക്കപ്പെട്ട് കഴിക്കുന്നു. ഇനി എന്താണ് പുതിയ പ്ലാൻ? ഇപ്പോൾ മ്യൂസിക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു, അതുപോലെ തന്നെ സലൂൺ വന്നു, ഇലക്ട്രിക്കലുണ്ട്, ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുണ്ട്. തുടർന്ന് അങ്ങോട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ഉണ്ടോ താങ്കളുടെ മനസ്സിൽ? ഇനി അടുത്തത് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർക്ക് പ്രഷർ, ഷുഗർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ നാടൻ ഈ പ്ലാസ്റ്റിക് പിന്നീട് മതിയാക്കിക്കൊണ്ട് നാടൻ രീതിയിലുള്ള എണ്ണയും ഉപ്പും മധുരവും ഒന്നും ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയ കാലത്തെ ഒരു രീതിയിലുള്ള ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. മാഡം, ഇനിയിപ്പോൾ താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ, കാരണം ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് വളർച്ചയുടെ പാതയിലാണ്, അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ഫ്യൂച്ചർ പ്ലാൻസ്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് നാട്ടിൽ നിന്ന് നല്ല കുറച്ചും കൂടി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗോൾഡൻ മ്യൂസിക്കിലുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ ആ ഒരു ഇതും ഇവർക്ക് പകർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള 3-4 പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഓമനക്കുട്ടി ടീച്ചർ പോലെയുള്ളവരെ. അപ്പോൾ അവരെല്ലാം വരാമെന്ന് വില്ലിങ് ആയിട്ടുണ്ട്. അപ്പോൾ താങ്കളുടെ ഈ ഒരു കമ്പനിക്ക് ഇത്രമാത്രം വളർച്ചയിലെത്തുവാൻ സാധിച്ചതിന് പിന്നിൽ ആരുടെയൊക്കെ സപ്പോർട്ടുകളാണുള്ളത്? അവരോട് താങ്കൾക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഈ ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തുടങ്ങാൻ തന്നെ കാരണം ഞങ്ങളുടെ കുറേ നല്ല ഫ്രണ്ട്സാണ്. അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും മാത്രമാണ് എനിക്കിതിൽ ഉള്ളത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ. അത് കഴിഞ്ഞ് ഈ സ്ഥാപനം തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 80ഓളം സ്റ്റാഫുണ്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ. ആ 80 പേരുടെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഏതൊരു കാര്യത്തിനും എന്ത് പറഞ്ഞാലും എല്ലാവരും നോർമലി മലയാളികളെല്ലാം എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. പക്ഷേ മലയാളികൾ മാത്രമല്ല, നമുക്ക് ഫിലിപ്പിനോസും ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നുമുള്ള സ്റ്റാഫ് ഉണ്ടെങ്കിൽ കൂടി അവർക്കെല്ലാം ഞാൻ മൂത്ത ചേച്ചി തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളോടും താങ്കൾക്ക് പറയാനുള്ളത് എന്താണ് ഈ അവസരം? രക്ഷിതാക്കളാണ് ഗോൾഡൻ മ്യൂസിക്കിൻ്റെ ബാക്ക് ബോൺ.
കാരണം അവരവരുടെ കുട്ടികളെ നമ്മളെ വിശ്വസിച്ച് ഇങ്ങോട്ട് അയച്ചില്ലെങ്കിൽ ഗോൾഡൻ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമില്ല. അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അവർ തന്നെയാണ്. അതിന് പുറമെ ഞാൻ പറയുന്നത് പഠിത്തം വേണം, അത് തന്നെയാണ് മെയിൻ. അതൊരിക്കലും സബ്ബല്ല, അത് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ കലയെ മറക്കരുത്. ഏത് വിഭാഗത്തിലായിരുന്നാലും നിങ്ങൾ അതിനോട് യോജിക്കുക, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം. മാഡം എന്തായാലും ഇത്രയും സമയം വിരുന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഗോൾഡൻ മ്യൂസിക്കിനെ കുറിച്ചും ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുകയും കലയും കലാപ്രവർത്തനങ്ങളും എത്രമാത്രം നമ്മൾ കൂടെ കൊണ്ടു നടക്കണം, അതിൻ്റെ പ്രസക്തി എന്താണ് എന്നതിന് നല്ലൊരു മറുപടി നൽകുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു എപ്പിസോഡ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് താങ്കളുടെ വാക്കുകൾക്ക് വളരെ വ്യക്തതയും അതുപോലെ തന്നെ സത്യസന്ധതയും ഉണ്ടായിരുന്നു. ഒപ്പം താങ്കളുടെ മകൾ അമൂല്യയുടെ ഒരു ഗാനം കൂടി ആയപ്പോൾ എപ്പിസോഡ് ധന്യമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള എല്ലാ പ്രവർത്തനത്തിനും ഗോൾഡൻ മ്യൂസിക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഭാവി പരിപാടികൾക്കും വിരുന്ന് ടീമിൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിൽ ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു വെരി മച്ച്.